ഹായ് ആപ്റ്റിവൻ. അപ്പോൾ ഇന്ന് നമ്മൾ റൂ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ റൂറു നെ ക്യാ ക്യാ ദേഖേ ഹോംഗെ. അപ്പോ ഈ അമ്മയുടെ പൗച്ചിൽ നിന്ന് സിർ ബാഹർ നിക്കാൽനെ പർ തല പുറത്തേക്കിട്ട് നോക്കിയപ്പോഴ് റൂറു നെ ക്യാ ക്യാ ദേഖേ ഹോംഗെ എന്താണ്, റൂറു എന്തെല്ലാം ആയിരിക്കാം കണ്ടിരിക്കുക എന്നാണ് ആ ക്വസ്റ്റ്യന്റെ അർത്ഥം. അപ്പം ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് ആൻസർ ആണ്. റൂറു നെ ബാഹർ പേട് പौधे फूल पहाड़ रंग बिरंगे जानवर ആസ്മാൻ ഓർ സുന്ദർ ദുനിയ ദേഖി ഹോഗി എന്നാണ് പറയുന്നത്. അപ്പോ റൂരു ബാഹർ എന്ന് വെച്ചാൽ എന്താണ്, പുറത്ത്, പേട് പौधे മരങ്ങളും ചെടികളും, ഫൂല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ, പഹാഡ് അതായത് മലനിരകളൊക്കെ, രംഗ് ബിരംഗെ ജാൻവർ, രംഗ് ബിരംഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള, അപ്പം കളർഫുൾ ആയിട്ടുള്ള ജാൻവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസ് മൃഗങ്ങള്, ആസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആകാശം, ഓർ സുന്ദർ ദുനിയ ദേഖി ഹോഗി, അതുപോലെ തന്നെ എന്താണ്, സുന്ദരമായിട്ടുള്ള ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ലോകം, ദേഖി ഹോഗി കണ്ടിട്ടുണ്ടായിരിക്കും, ഉസ്നെ പക്ഷിയോ കി ആവാസേ ബി സുനി ഹോഗി, അതുപോലെ തന്നെ റൂറു എന്താണ്, പക്ഷികളുടെ ആവാസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദവും കേട്ടിട്ടുണ്ടായിരിക്കും, സുനി ഹോങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും, ഓർ ഫൂലോ കി ഖുഷ്ബു ബി മെഹസൂസ് കി ഹോഗി, അതോടൊപ്പം തന്നെ എന്താണ്, ഫൂലോ കി ഖുഷ്ബു എന്ന് വെച്ച് കഴിഞ്ഞാല് പൂക്കളുടെ ഖുഷ്ബു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സുഗന്ധം, ബി മെഹസൂസ് കി ഹോഗി എന്ന് വെച്ച് കഴിഞ്ഞാല് മെഹസൂസ് കാരണം എന്ന് വെച്ചാൽ ഫീൽ ചെയ്യുക, അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ്, പൂക്കളുടെ സുഗന്ധവും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാഥി കോ ബുലാന ഓർ മിൽക്കർ ഘോസ്ല ബനാന, യഹാ ചിടിയ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോതാ ഹൈ. അപ്പോ സാഥി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇണ, കോ ബുലാന ആ ഇണയെ വിളിക്കുക, അതുപോലെ തന്നെ മിൽക്കർ ഘോസ്ല ബനാന ഒന്നിച്ച് എന്താണ്, ആ കൂട് കെട്ടുക എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കഥയില്. യഹാ ചിടിയ കാ കോൺസ മനോഭാവ് പ്രകട് ഹോത്താ ഹൈ, ഇവിടെ ആ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, യഹാ ചിടിയ കി അപ്നെ ബച്ചോ കെ പ്രതി ചിന്ത ഓർ പ്രേം കാ ഭാവ് പ്രകട് ഹോത്താ ഹൈ, ഇവിടെ എന്താണ്, ആ ചിടിയുടെ ആ പക്ഷിക്ക് തന്റെ ബച്ചോക്കെ പ്രതി തന്റെ കുട്ടികളോടുള്ള ചിന്ത, അതുപോലെ തന്നെ പ്രേം, അതായത് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഇവിടെ ചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വേവലാതി, ഒരു ആകുലത എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ പ്രേം, ആ കുട്ടികളോടുള്ള സ്നേഹവും, അതിന്റെ കാ ഭാവ് പ്രകട് ഹോത്താ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടികളെ പ്രതിയുള്ള എന്താണ്, ആ ഒരു ആകുലതയും അതുപോലെ തന്നെ സ്നേഹവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സാത്ത് ഹി വ മുസീബത്ത് മേ അക്കേലെ നഹി ബൽക്കി മിൽക്കർ കാം കർണ ചാത്തി ഹൈ, അതോടൊപ്പം തന്നെ വ മുസീബത്ത് മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്ന സാഹചര്യത്തില് അക്കേലെ നഹി ഒറ്റയ്ക്ക് അല്ല, അക്കേല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക്, അപ്പൊ ഇവിടെ അക്കേലെ നെഹി എന്ന് പറയുമ്പോ എന്താണ്, ഒറ്റയ്ക്ക് അല്ല, ബൽക്കി മിൽക്കർ കാം കർണ ചാത്തി ഹൈ, ബൽക്കി എന്ന് പറയുമ്പോൾ മറിച്ച്, എന്താണ്, മിൽക്കർ ഒന്നിച്ച്, കാം കർണ ചാത്തി ഹൈ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്, തന്റെ കുട്ടികളെ പ്രതിയുള്ള കെയറും സ്നേഹവും ഒക്കെ പ്രകടമാകുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു പ്രശ്നം വരുമ്പോ എല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതല്ല, മറിച്ച് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, യഹാ റൂറു കെ ചരിത്ര കി കോൺ സി വിശേഷത പ്രകട് ഹോത്തി ഹൈ, ഇവിടെ റൂറുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ എന്ത് പ്രത്യേകതയാണ് പ്രകടമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. യഹാ റൂറു കെ ദയാലു ഓർ മദദ്ഗാർ സ്വഭാവ് കി വിശേഷത പ്രകട് ഹോത്തി ഹൈ, ഇവിടെ റൂറുവിന്റെ ദയാലു അതുപോലെ തന്നെ
മദദ്ഗാർ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് സഹായിക്കാനുള്ള മനോഭാവം, അത് ആണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മദദ്ഗാർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ദയാലു സ്വഭാവ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹാ റൂറു കെ ദയാലു സ്വഭാവ് കി വിശേഷത പ്രകട് ഹോത്തി ഹെ എന്നാക്കുക. ഓർ മദദ്ഗാർ എന്നുള്ളത് എഴുതിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം അടുത്ത സെന്റൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വ ദൂസറോ കി പരേശാനി ദേഖ്കർ ഉൻകി മദദ് കർനെ കെ ലിയെ തുരന്ത് ആകെ ആതാ ഹെ. റൂറുവിന്റെ പ്രത്യേകത എന്താണ്? ദൂസറോ കി പരേശാനി ദേഖ്കർ, മറ്റുള്ളവരുടെ പരേശാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, ദേഖ്കർ കണ്ടിട്ട്, ഉൻകി മദദ് കർനെ കെ ലിയെ അവരിനെ സഹായിക്കാനായിട്ട്, മദദ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുക, അവരിനെ സഹായിക്കാനായിട്ട്, തുരന്ത് ആകെ ആത്താ ഹെ പെട്ടെന്ന് തന്നെ, അപ്പോൾ തന്നെ എന്താണ്, ആകെ ആത്താ ഹെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റീസിൽ എന്താ പറയുന്നത്, കിസ്നെ കഹ എന്നുള്ളതാണ്. അതായത് താഴെ 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഈ കഥയിലെ ഏത് കഥാപാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ മേരാ കോയി ദോസ്ത് നഹി ഹെ, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? റൂറു ആണ് പറഞ്ഞത്. അപ്പോ റൂറുവും അമ്മയും കൂടിയിട്ടുള്ള അവിടെ എന്താണ്, മേരാ കോയി ദോസ്ത് നഹി ഹെ എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് അല്ലെ. അപ്പം എന്താണ് അവിടെ ആ ഒരു സെന്റൻസ് എടുത്ത് എഴുതുക, ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. മേരാ ഘോംസ്ല ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞത് ആരാണ്? ചിടിയാണ്, പക്ഷിയാണ് പറഞ്ഞത്. അപ്പൊ പക്ഷീന്റെ അവിടെ ആ ഒരു സെന്റൻസ് എടുത്തെഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, അമ്മ കെ പാസ് പഹുച്ചായെ ലിഖെ എന്നാണ് പറയുന്നത്. അതായത് മൃഗങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്, അതിനെ മാച്ച് ചെയ്യുക, എന്നിട്ട് ഓരോ മൃഗത്തിന്റെയും കുട്ടീനെ എന്താണ് പറയുന്നത് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ കങ്കാരു ഉണ്ട്, കങ്കാരുവിന്റെ കുട്ടീനായിട്ട് മാച്ച് ചെയ്തു. കങ്കാരുവിന്റെ കുട്ടീനെ എന്താണ് പറയുന്നത്? ജോയ്സ് എന്നാണ്. ജോയ്സ് എന്നാണ് കങ്കാരുവിന്റെ കുട്ടിയെ പറയുന്നത്. അതുപോലെ തന്നെ ഡോഗിനെ ആയിട്ട് മാച്ച് ചെയ്യുന്നത്, ഒരു ഡോഗി കുഞ്ഞി പപ്പീനെ കാണാനുണ്ട്, അവിടേക്ക് മാച്ച് ചെയ്യുക. അപ്പൊ നായ്ക്കുട്ടീനെ പറയുന്ന പേരെന്താണ്? പില്ല എന്നാണ്. പില്ല. പൂച്ച ഉണ്ട്, ആ പൂച്ചേനെ പൂച്ചക്കുട്ടീനായിട്ട് മാച്ച് ചെയ്യുക. പൂച്ചക്കുട്ടീനെ പറയുന്ന പേരെന്താ? ബിലോട്ട. ബിലോട്ട. പൂച്ചയെ നമ്മൾ ബില്ലി എന്നല്ലേ പറയാ, അപ്പൊ അതിന്റെ കുട്ടീനെ ബിലോട്ട എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഴിയുടെ പിക്ചർ ഉണ്ട്, അതിന്റെ കുട്ടീനെ, കോഴി കുഞ്ഞിനെ എന്താ പറയുന്നത്? ചൂസ എന്നാണ്. ചൂസ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പെഹചാനെ ക്രം മേ ലിഖെ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കുറേ സെന്റൻസ് വന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഏത് സന്ദർഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ ഓർഡർ ആക്കി എഴുതി തന്നിട്ടില്ല, പക്ഷെ നമ്പർ ചെയ്തിട്ടുണ്ട് സെന്റൻസസിനെ. അപ്പം അത് നമുക്ക് ഓർഡറിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് എഴുതേണ്ടത് റൂറു എ കങ്കാരു ക ബച്ചാ ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റൂറു ഒരു കങ്കാരു കുഞ്ഞായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. രണ്ടാമത് റൂറു കാ കോയി ദോസ്ത് നഹി ഥ, റൂറുവിന് കൂട്ടുകാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ, റൂറു അമ്മി കി ജേബ് സെ സിർ നിക്കാല, അതായത് റൂറു അമ്മയുടെ ആ പൗച്ചിൽ നിന്ന് തല പുറത്തോട്ടിട്ട് നോക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ തല പുറത്തോട്ട് എടുത്തു എന്നുള്ളതാണ് മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. നാലാമത്തെ റൂറു ചിടിയ കെ പീछे ചൽ പട, റൂറു എന്താണ്? പക്ഷിയുടെ പിന്നാലെ ചെന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഥേ, പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പക്ഷിയുടെ പിന്നാലെ റൂറു പോയപ്പോ കണ്ടത് എന്താണ്? പക്ഷിയുടെ കുഞ്ഞുങ്ങള് നിലത്ത് വീണിട്ട് അവശരായി കിടക്കുന്നതാണ്. പിന്നെ സിക്സ്ത് വൺ എന്ന് പറയുന്നത് അമ്മീനെ ചിടിയ കെ ബച്ചെ കോ ജേബ് മേ റഖ് ലിയ, അമ്മ എന്താ ചെയ്തത്? ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ തന്റെ ആ പൗച്ചിന്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ലാസ്റ്റ് എന്താണ്? ചിടിയാനെ റൂറു കോ ഗാന സിഖാ ദിയ, പക്ഷി റൂറുവിനെ പാട്ട് പാടാനായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഓർഡറിൽ താഴേക്ക് എടുത്തെഴുതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പിന്നെ പറയുന്നത് എന്താണ്? സവേരെ ഹി സാരെ മിത്ര ആയി ചിടിയ സെ ബാത്തേ കർണേ ലഗേ. എന്നിട്ട് ഈ സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ആ സ്ഥലത്തുള്ള ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഈ ചിടിയെ കാണാനായിട്ട് വന്നു, എന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ബാത്ചീത് ആകെ ബഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു സെന്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം വന്നത് ആരാണ്? ഹാത്തി. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന.
കങ്കാരു കി ജേബ് മേ ക്യാസാ രഹ, കങ്കാരുവിന്റെ ആ ഒരു പൗച്ചില് ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ബാക്കി സെന്റൻസ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ കോൺവെർസേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ചിടിയ ബഹുത് അച്ഛാ രഹ വഹാ ഹമേ ഖത്ര നഹീ ഥാ ആരാം സെ രഹേ. അപ്പം ചിടിയ പറയാണ് വളരെ നല്ലതായിരുന്നു, അവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഖത്ര നഹീ ഥാ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡേഞ്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആരാം സെ രഹേ എന്ന് വെച്ച് കഴിഞ്ഞാല് സുഖമായിട്ട് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. മേണ്ടക്, മേണ്ടക് എന്ന് വെച്ചാൽ തവള. ക്യാ ഖാനെ കോ മിൽത്താ ഥാ, അപ്പൊ എന്താണ് അവിടെ കഴിക്കാനായിട്ട് കിട്ടിയിരുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ചിടിയ ഹാ റൂറു ഓർ അമ്മി ഹമാരെ ലിയെ ദാന ലാത്തേ ഥേ, ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നു. എന്താണ്, റൂറുവും അതുപോലെ തന്നെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദാന ലാത്തേ ഥേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാന്യമണികൾ കൊണ്ടുവരുമായിരുന്നു എന്നുള്ളതാണ്. ഭാലു ക്യാ തുമ്നെ റൂറു കോ ഗാന സിഖായ, ഭാലു എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടി. കരടി എന്താണ് ചോദിച്ചത്, നീ റൂറുവിനെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചിടിയ എന്താ പറയുന്നത്, ഹാ അബ് റൂറു ബി സുന്ദർ ഗാന ഗാ ലേത്താ ഹൈ ഓർ ഉസെ അബ് ദോസ്തോ കി കമി മെഹസൂസ് നെഹി ഹോത്തി. ചിടിയ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതെ ഇപ്പൊ റൂറുവും വളരെ മധുരമായിട്ട് വളരെ സുന്ദരമായിട്ട് എന്താണ് പാട്ട് പാടും, അതുപോലെ തന്നെ ഇപ്പൊ അവന് ദോസ്തോ കി കമി മെഹസൂസ് നെഹി ഹോത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് കൂട്ടുകാരില്ലാത്ത വിഷമം ഇല്ല എന്നാണ്. ഓക്കെ, മെഹസൂസ് ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. ദോസ്ത് എന്ന് വെച്ചാൽ എന്താണ്, കൂട്ടുകാര്. അപ്പം മെഹസൂസ് നെഹി ഹോത്തി എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ദുനിയ കിतनी बड़ी है कितना सुंदर कितने सारे रंग आवाजें कितनी खुशबू എന്നുള്ളതാ. ലിഖേ ക്യാ ക്യാ ദേഖേ, അതായത് എന്താണോ ഈ പിക്ചേഴ്സിൽ കാണുന്നത് എന്നുള്ളത് എടുത്തെഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പിക്ചർ നോക്കുക, മഴ പെയ്യാനായിട്ട് പോവുകയാണ് അല്ലെ, കാർമേഘങ്ങൾ ഉണ്ട് ആകാശത്ത്. അപ്പോ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ആസ്മാൻ മേ ബാദൽ ഹെ എന്നുള്ളതാണ്. പാനി ബരസ്താ ഹെ, അപ്പൊ ആകാശത്ത് ബാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘമുണ്ട്. പാനി ബരസ്താ ഹെ, മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബരസ്ന എന്ന് വെച്ചാൽ പെയ്യുക എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഇവിടെ ഈ പിക്ചർ നോക്കൂ, മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എങ്ങനെയാ, പേടോ പർ പക്ഷി ബാഠേ ഹെ, മരങ്ങളില് പക്ഷികൾ ബാഠേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നദി ബഹരഹി ഹെ, ഇതിന് തൊട്ടിപ്പുറത്തുള്ള പിക്ചർ നോക്കുക. അപ്പൊ ഇവിടെ എന്താണ്, നദി ഒഴുകുന്നുണ്ട്. ബഹന എന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴുകുക എന്നുള്ള അർത്ഥമാണ്. അപ്പം നദി ബഹരഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നദി ഒഴുകുകയാണ് എന്നാണ്. പിന്നെ ഈ പിക്ചർ നോക്കൂ, പൂക്കളുണ്ട്, പൂക്കളിൽ എന്താണ്, ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്, ഇതിനെങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, फूल खिले हुए है तितलियां उड़ रही है. ഫൂൽ എന്ന് വെച്ചാൽ എന്താ, പൂക്കൾ. ഖിലേ ഹുവേ ഹെ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിട്ടുണ്ട്, വിരിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. തിത്തലിയ ഉഡ് രഹി ഹെ, തിത്തലി എന്ന് വെച്ച് കഴിഞ്ഞാല് പൂമ്പാറ്റ. അപ്പം പൂമ്പാറ്റകൾ ഉഡ് രഹി ഹെ, പറക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, സൂരജ് ഡൂബ് രഹാ ഹെ ആസ്മാൻ ലാൽ ഹോ രഹാ ഹെ, അത് ഈ പിക്ചറിലാണ്. നോക്കൂ, സൂര്യൻ എന്താണ്, അസ്തമിക്കാറായിട്ടുണ്ട്, അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൂബ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്മാൻ ലാൽ ഹോ രഹാ ഹെ, ആകാശം എന്താണ്, ചുവന്നുകൊണ്ടിരിക്കുകയാണ്, ചുവപ്പ് കളറായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്രീയ മിത്രതാ ദിവസിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഒരു ടെംപ്ലേറ്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാ ഉൾപ്പെടുത്തേണ്ടത്, സന്ദേശ് വാക്യം ഉൾപ്പെടുത്തണം, ആകർഷകമാക്കണം, അതുപോലെ തന്നെ ഡേറ്റ് എഴുതണം എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ടെംപ്ലേറ്റിൽ തന്നെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം എങ്ങനെയാണ് പോസ്റ്റർ എഴുതേണ്ടത്, അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്നുള്ളത് ടൈറ്റിലായിട്ട് കൊടുത്തു. എന്നിട്ട് താരീഖ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദിവസം, ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോ ജൂലൈ 30 ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ താരീഖ്, ഡേറ്റ് എന്ന് പറയുന്നത് 30 ജൂലൈ എന്നുള്ളത് കൊടുത്തു. ദോസ്തി കാ ത്യോഹാർ ഹമേഷ സാത് രഹേ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആഘോഷം. ത്യോഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം എന്താണ്, ദോസ്തി കാ ത്യോഹാർ ഫ്രണ്ട്ഷിപ്പിനെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അല്ലെ. ഹമേഷ സാത് രഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴും ഒന്നിച്ച് ആവണം, ഒന്നിച്ചിരിക്കൂ എന്നുള്ള ഒരു ആശംസയാണ് പറയുന്നത്. മിത്രത ദിവസ് കി ശുഭകാമനായി, എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഡേനെ കുറിച്ചിട്ടുള്ള ആശംസകൾ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ശുഭകാമനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് വിഷസ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സന്ദേശ് വാക്യ ചേർത്തിട്ടുണ്ട് അല്ലെ, ദോസ്തി കാ ത്യോഹാർ ഹമേഷ സാത്ത് രഹേ എന്നുള്ളത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആകർഷകമാക്കിയിട്ടാണ് പോസ്റ്റർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റിൽ എന്തൊക്കെയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് എന്താണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.